ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് ഓൺലി PSC-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോഴും ഞാൻ പറയാണ്, സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളാണെങ്കിലും ഇഷ്ടം പോലെ സമയമുണ്ട്. എന്തായാലും ഒരു 5 മാസം നമ്മളുടെ മുന്നിലുണ്ട്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് കയറിക്കൂടാൻ ഈ ഒരു സമയം ധാരാളമാണ്. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ കറണ്ട് അഫെയറിന്റെ 10 കറണ്ട് അഫെയറുകൾ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സുകൾ ഉണ്ട് നമുക്ക്. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആ 10 കറണ്ട് അഫെയറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണണം. കാരണം അത് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനും നിങ്ങളെ ഗോളിലേക്ക് എത്തിക്കാനും ഒക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ അത് നിങ്ങൾ കാണാം. കൂടുതലായിട്ട് നമ്മൾ ഡിസ്കഷൻസിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ് അല്ലെ. നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല. നമ്മളുടെ മുദ്രാവാക്യം എന്താ? പഠിക്കുക, പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇന്നത്തെ കറണ്ട് അഫെയറിലേക്ക് കടക്കുകയാണ്. എല്ലാവരും റെഡിയാണ്. നോക്കാം. അമൃതാപ്രീതം. അമൃതാപ്രീതത്തിന്റെയാണ് അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ബുക്ക്. അവരുടെ ആത്മകഥയാണ്, രണ്ടാമത്തെ ആത്മകഥയാണ് കേട്ടോ. സെക്കൻഡ് ആത്മകഥയാണ് അമൃതാപ്രീതത്തിന്റെ. സെക്കൻഡ് ആത്മകഥയാണ് അക്ഷരങ്ങളുടെ നിഴലിൽ. ഓർത്തു വെക്കാട്ടോ, നല്ല ബുക്ക് അല്ലെ. എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക്, അതായത് അമൃതാപ്രീതത്തിന്റെ അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ക്ലിയർ? അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, നമ്മുടെ അമൃതാപ്രീതത്തിന്റെ ആദ്യത്തെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോ അക്ഷരങ്ങളുടെ നിഴലിൽ എന്നത് അവരുടെ രണ്ടാമത്തെ ആത്മകഥയാണ്. ആദ്യത്തേത് റവന്യൂ സ്റ്റാമ്പ് ആണ്. അപ്പൊ 2 ബുക്ക് ഓർത്തു വെക്കുക. 2 ബുക്കിന്റെയും ഓഥർ ആരാണ്? അമൃതാപ്രീതാണ്. ഓക്കെ, നെക്സ്റ്റ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം. IV ദാസ് പുരസ്കാരം ആരാ കൊണ്ടുവന്നത്? കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് IV ദാസ് പുരസ്കാരം. ഓക്കെ, IV ദാസ് പുരസ്കാരത്തിന് M മുകുന്ദനും PN പണിക്കർ പുരസ്കാരത്തിന് ഇയ്യങ്കോട് ശ്രീധരനും അർഹരായി. ഓക്കെ, അപ്പൊ 2 പുരസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ അതിനകത്ത് പറഞ്ഞു. ഒന്ന് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് M മുകുന്ദൻ അർഹനായി. അതുപോലെ തന്നെ ഇതാ കിടക്കുന്നു PN പണിക്കർ പുരസ്കാരത്തിന് ഇയ്യങ്കോട് ശ്രീധരനും അർഹരായി. ഓക്കെ, അതായത് 2ഉം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയതാണ്. ഒരെണ്ണം IV ദാസ് പുരസ്കാരം, അത് കിട്ടിയത് M മുകുന്ദനാണ്. PN പണിക്കർ പുരസ്കാരം കിട്ടിയത് ഇയ്യങ്കോട് ശ്രീധരനാണെന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ്, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്കറിയക്കാണ് കേട്ടോ കിട്ടിയത്. നമ്മുടെ സക്കറിയല്ലേ, അദ്ദേഹത്തിനാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. എന്താണ്? 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പൊ പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ തുകയും പ്രശസ്തി പത്രം ഉണ്ടോ ശില്പം ഉണ്ടോ ആ ഡീറ്റെയിൽസും കൂടി പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. ഉറപ്പായിട്ടും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രഥമയാണ്, ആദ്യ പുരസ്കാരാണ്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ആരാണ് ഏർപ്പെടുത്തിയ? പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെയാണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. KR മീരയ്ക്കാണ്. ഓക്കെ, നെക്സ്റ്റ്. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് മധുരം. അപ്പൊ ആലോചിക്കുക, ആരാണ് മധുരം പദ്ധതി നടപ്പിലാക്കുന്നത്? കുടുംബശ്രീയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. ക്ലിയർ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. അപ്പൊ ആരുടെയാണ് ഈ ബുക്ക് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി.
ഓക്കെ, നെക്സ്റ്റ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ കിപ്ലർ. പഠിച്ചു വെക്കണം കേട്ടോ, കാരണം നമുക്ക് ISRO ആ ഒരു മേഖല നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോ അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഡിഗ്രി ലെവലിൽ നമുക്ക് പഠിക്കാനുള്ള. അപ്പൊ അതിൽ കൂടുതലായിട്ടും കടന്നു വരെ കറണ്ട് അഫയറുകളായിരിക്കും. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ഓക്കെ, നെക്സ്റ്റ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം. ആരൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ആരോഗ്യ പ്രവർത്തകര്, രോഗികള്, ആശുപത്രികള്? സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ആരാണ്? കേരളമാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ്. ഓക്കെ, നെക്സ്റ്റ് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75-ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1-നാണ് ആകാശവാണി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ആകാശവാണിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇപ്പൊ 75-ാം വയസ്സിലേക്ക് കടന്ന ഈ സാഹചര്യത്തിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഒന്നും കൂടി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്നത് അവരുടെ രണ്ടാമത്തെ ആത്മകഥയാണ്. അമൃത പ്രീതത്തിന്റെ അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അമൃത പ്രീതത്തിന്റെ ആദ്യത്തെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് M മുകുന്ദനും PN പണിക്കർ പുരസ്കാരത്തിന് ഇയ്യങ്കോട് ശ്രീധരനും അർഹരായി. നെക്സ്റ്റ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്കറിയയ്ക്ക് ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെക്സ്റ്റ് പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. 5-ാമത്തത് വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആണ്. ഓക്കെ, നെക്സ്റ്റ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് ഏത്? യൂറോപ്പ ക്ലിപ്പർ. ഓക്കെ, 8th one സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ്. 9th one ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75-ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1-നാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രവർത്തനം ആരംഭിച്ചത്. 10th one പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കറണ്ട് അഫയറിന്റെ 9ാമത്തെ ക്ലാസ് ആണിത്. 90 കറണ്ട് അഫയറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ സീരിയസ് ആയിട്ട് എടുക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, HSA വിളിച്ചിട്ടുണ്ട്, ഇനിയും തുരുതുരാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് LGS ആണെങ്കിലും ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള വിധി വന്നിട്ടുണ്ട്. 2025 ഏത് മേഖലയിലും നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.